ഹലോ ഗുഡ് മോർണിംഗ് അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുക്കിങ്ങും അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ രാവിലെ തുടങ്ങി ചെറിയൊരു ക്ലീനിങ്ങിലൊക്കെയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ഒന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ടേബിളൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മിനിമലൈസ് ചെയ്താണ് ഇന്ന്. ഹെവി ആയിട്ടൊന്നും ആക്കുന്നില്ല. ബ്രെഡും മുട്ടയും ചിക്കനൊക്കെ വെച്ചിട്ടൊരു ബ്രെഡ് പോക്കറ്റ് പോലെയുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതിന് നല്ല 2 മുട്ട വേണം കേട്ടോ. നമുക്ക് റോൾ ചെയ്തെടുക്കണമെങ്കിൽ 2 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടറിൽ പാൻ ചൂടാക്കി ബട്ടർ ഒഴിച്ച് അതിലേക്ക് മുട്ട ബീറ്റ് ചെയ്ത് ഒഴിക്കുക. നല്ലപോലെ റൗണ്ടിലാക്കിയതിന് ശേഷം മുകളിൽ 2 ബ്രെഡ് വെച്ച് കൊടുത്ത് മയണൈസും സോസും സ്പ്രെഡ് ചെയ്യുക. ചിക്കനോ ചീസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ചിക്കനും ചീസും ആണ് കേട്ടോ ആഡ് ചെയ്തത്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബട്ടറിൽ നല്ലപോലെ ടോസ്റ്റ് ചെയ്ത് ചീസ് മെൽറ്റാവണ വരെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെവിയുമാണ് കേട്ടോ. അത് ഒരെണ്ണം കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സെറ്റാണ്. അപ്പോൾ അത് ഞാനൊരു 4-5 ഉണ്ടാക്കി ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് വരണ അനുസരിച്ച് മക്കളത് കഴിച്ചോളും. പിന്നെ അവരെ ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ ബീഫും കപ്പയും, പ്രോൺസ് ബിരിയാണി, ഒരു സേമിയ പായസം, പിന്നെ പപ്പടം, സാലഡ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു രാവിലെ ഞാൻ എണീറ്റിട്ട് കിടന്നിട്ടില്ല. നേരത്തെ തന്നെ ചിക്കനും ഫിഷൊക്കെ പുറത്ത് വെച്ചത് കൊണ്ട് ഐസൊക്കെ പോയി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ബീഫും കപ്പയും ഞാൻ ഓൾറെഡി റെസിപ്പി കാണിച്ചതാണ്, എന്നാലൊന്നുകൂടി പറയാം. ബീഫ് ഒരു 1.5 കിലോ ഉണ്ട് കേട്ടോ. അതിലേക്കൊരു 4 സവാള, 3 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ഞാൻ ഇത്തവണ ഹോളായിട്ട് തന്നെയാണ് ഇട്ടത്. ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലത് വെന്ത് വരുമ്പോൾ അത് സെറ്റായിട്ട് തന്നെ വരും. വെളിച്ചെണ്ണയൊക്കെ നല്ല ഐസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അത് ഞാൻ ഒന്ന് ഫ്ലെയിം വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അത് ഒഴിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ഒഴിക്കാൻ കിട്ടില്ല കേട്ടോ. നല്ല വിൻ്റർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കട്ടയായിട്ട് തന്നെയാണ് വെളിച്ചെണ്ണ ഇരിക്കാറ്. അങ്ങനെ എല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ എല്ലാം കൂടി തിരുമ്മി മിക്സ് ചെയ്ത് കുക്കറിൽ ആഡ് ചെയ്യുക. ബീഫിൻ്റെ പാകം പോലെ ഞാനൊരു 2 വിസിൽ അടിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് സിമ്മിലിടുക ചെയ്യണം. ഇപ്പോൾ പാകിസ്ഥാനി ബീഫാണ് ഞാൻ വാങ്ങിയത്. എല്ലോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ബീഫ് ഇക്കാൻ തന്നെയാണ് വാങ്ങിക്കാറ്. കാരണം അവർക്ക് നല്ലപോലെ ബീഫ് നോക്കി വാങ്ങിക്കാനൊക്കെ അറിയാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ. നല്ല ബീഫാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് വരും. പിന്നെ പ്രോൺസ് ക്ലീൻ ചെയ്ത് തന്നെയാണ് ഓൾറെഡി വാങ്ങിയതെങ്കിലും അതിൻ്റെ അകത്തുള്ള ചെറിയൊരു വേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ പയ്യെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കര വിശപ്പ്, രാവിലെ എണീറ്റല്ലേ. അപ്പോൾ മസാലയായിട്ട് ചെമ്മീനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനീഗർ, ഇത്രേ ഞാൻ ആഡ് ചെയ്യാറുള്ളൂ. കുറച്ച് കറിവേപ്പില മിക്സ് ചെയ്തിട്ട് അങ്ങനെ മസാല തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ മിക്കായൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവർ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് തൊട്ട് താഴെ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ അവധിയാണ്. പിള്ളേരും ഒക്കെ റെഡിയായി താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ച നല്ല കാര്യം, വീടും ക്ലീനായിട്ട് കിടന്നോളും. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് വീട് ക്ലീനായിട്ട് കിടന്നില്ലെങ്കിൽ എന്തോ പോലെയാണ്. നമ്മൾ മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമില്ലല്ലോ. എത്ര ക്ലീൻ ചെയ്തിട്ടിട്ടും കാര്യമില്ല കേട്ടോ. ചെറിയ ആളെല്ലാം വലിച്ചു വാരിയിടും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്ലീനിങ് കഴിഞ്ഞതാണ്, അപ്പോൾ നിങ്ങൾ പുറത്തുപോയി കളിക്കുക, അപ്പോൾ വീടും ക്ലീനായി കിടന്നോളും, എൻ്റെ പണിയും നടക്കും. അങ്ങനെ ഞാൻ നല്ല മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരെയും യാത്രയാക്കി ഞാൻ ബാക്ക് ടു കിച്ചൺ വന്നിട്ടുണ്ട്. ബിരിയാണി പണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോൺസിന് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്തിട്ട് അതിലാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒനിയനും ജിഞ്ചർ ഗാർലിക്, ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവാള ഇപ്പോൾ മസാലയ്ക്കും വേണം, പിന്നെ ഗാർണിഷ് ചെയ്യാനും വേണം. അപ്പോൾ മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഗാർണിഷ് ചെയ്യാനുള്ള ഓയിലും അപ്പുറത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ സവാള വറുത്തെടുത്തു, അതേപോലെ നട്ട്സും മുന്തിരി അതും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അറ്റ് എ ടൈം ഒരേ സമയത്ത് 2ഉം കൂടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലപോലെ വഴറ്റി അതിനുശേഷം തക്കാളി, ഞാൻ ഒരുപാട് മസാലകളോ പൊടികളോ ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് പൊടികൾ ഗരം മസാല മാത്രം ആഡ് ചെയ്തിട്ടുള്ള ബിരിയാണി ആയിട്ട് കുറച്ചും കൂടി ഫ്ലേവർഫുള്ളായിട്ട് തോന്നിയത്.
ഒരുപാട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ബിരിയാണിയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് പോണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യമൊക്കെ ഞാൻ എല്ലാ പൊടികളൊക്കെ ആഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഗരം മസാല മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയിലേക്ക് മല്ലിയില, പുതിനയില, കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മസാല ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അതിൻ്റെ ഇടയിൽ പായസത്തിനുള്ള പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തിളച്ച് വരുമ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. മിൽക്ക് മെയ്ഡും ഷുഗറും ഞാൻ ഹാഫായിട്ടാണ് ആഡ് ചെയ്യാറ്. സേമിയ ഇട്ടു. സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ നെയ്യിൽ നട്ട്സും മുന്തിരിയൊക്കെ വറുത്ത് ആഡ് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസവും റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗീ റൈസിൻ്റെ പരിപാടിയാണ്. ഗീ റൈസും ഞാൻ ഗീയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അതിലും ഞാൻ കുറച്ച് കറിവേപ്പിലയും സവാളയും ഹോൾ സ്പൈസസും ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കും. ഒരുപാട് വഴറ്റി അതിൻ്റെ കളറ് മാറ്റാറില്ല കേട്ടോ. കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ കളറും ആ വൈറ്റ് കളറ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം സവാളയൊക്കെ കുറച്ചൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അരി ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. ജീരകശാല റൈസാണ്. ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം കുതിർത്തതിന് ശേഷം വെള്ളം വാർത്ത് വെച്ചു. ആ അരി ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നമ്മൾ വറുത്തെടുക്കും. അതിലേക്ക് ഇരട്ടി വെള്ളം, ഞാനൊരു 1 കിലോ അരിയാണ് എടുത്തത്. 1 കിലോയ്ക്ക് 4 ഗ്ലാസ് അരിയാണ്, അതിന് 8 ഗ്ലാസ് വെള്ളം. തിളച്ച വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് നെയ്ച്ചോറ് പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഒരു പാത്രത്തിൽ എനിക്ക് ദമ്മിലിടാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലായിട്ടാണ്. കാരണം റൈസും മസാല എല്ലാം കൂടി ഒരു പാത്രത്തിൽ കൊള്ളില്ല. അങ്ങനെ ഞാൻ മസാല 2 പാത്രത്തിലേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ചെമ്മീൻ ഒരു പാത്രത്തിൽ നിന്ന് വേറെയിലേക്ക് കുറച്ച് മാറ്റി താഴെ ലെയർ ചെയ്തു. അതിന് 2ൻ്റെ മുകളിലേക്ക് ഈക്വലായിട്ട് ഗീ റൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗീ റൈസ് ലെയർ ചെയ്തു. പിന്നെ ഗാർണിഷ് ചെയ്തിട്ടുള്ള സവാള, നട്ട്സ്, മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിൽ പുതിനയിൽ നല്ലപോലെ ചോപ്പ് ചെയ്തത് അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ദം ചെയ്യാറ്. അപ്പോൾ 2 പാത്രത്തിലും ഈക്വലായിട്ട് അങ്ങനെ തന്നെ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് ആണ് ദമ്മിലിടാറ്. അപ്പോൾ അതങ്ങനെ അടച്ചു വെച്ച് അതങ്ങനെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ കപ്പയും ഞാൻ അതിൻ്റെ ഇടയിൽ വേവിച്ച് കപ്പ മുകളിൽ ലെയർ ചെയ്ത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ വെച്ച് കഴിഞ്ഞ് ഒറ്റ വിസിലടിച്ചാൽ ഒരു 2-3 മിനിറ്റ് സിമ്മിൽ വെക്കുക, ഓഫ് ചെയ്യുക. പിന്നെ കപ്പയും ബീഫും ആയി, പായസമായിട്ടുണ്ട്, ബിരിയാണി ആയിട്ടുണ്ട്. അത് ഞാൻ തമ്മിൽ വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് എൻ്റെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടാമത് കിച്ചണിലേക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും തിരിച്ച് വന്നു. ബാഡ്മിൻ്റനൊക്കെ കളി കഴിഞ്ഞ് വന്ന് അവിടെ കുളിയും പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് ദ സീൻ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പ്രോൺസ് ബിരിയാണിയുടെ കൂടെ ഒരു ബീട്രൂട്ട് അച്ചാറും കൂടി ഉണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതാണ് ആ പാത്രത്തിലിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഉണ്ടാക്കിയ സമയത്തൊരു പ്രശ്നം പറ്റിയത്, നല്ല കുറച്ച് ഡേറ്റ്സും ബീട്രൂട്ടും മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയത്. ഡേറ്റ്സിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ഭയങ്കര മധുരമായിപ്പോയി. എനിക്ക് അത്ര സ്വീറ്റ് ആയിട്ടുള്ള പിക്കിളിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഉണ്ടാക്കിയതാണെങ്കിൽ കുറച്ച് കൂടുതലും ആയിപ്പോയി എന്നുള്ളൊരു വിഷമത്തിലിരിക്കുമ്പോഴാണ് ഈ കട ബ്രദർ ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത്. അപ്പോൾ ആൾ പറഞ്ഞ് നീ കുറച്ച് വിനീഗർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം വെക്ക്, അപ്പോൾ അത് സെറ്റായി വന്നോളും, എല്ലാം ബാലൻസ് ആയിക്കോളും, സ്വീറ്റും പുളിയും എരിവെല്ലാം ബാലൻസ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ സംഭവം സക്സസ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോൺസ് ബിരിയാണിയുടെ കൂടെയാണ് ഞാനത് എൻജോയ് ചെയ്ത് ആ ഒരു അച്ചാർ കഴിച്ചത് കേട്ടോ. ഇത്രയും ദിവസം ഉണ്ടാക്കിയെങ്കിലും അതിന് കുറച്ച് വിഷമമായിരുന്നു. കാരണം സ്വീറ്റ് കൂടിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പപ്പടം റെഡിയാക്കിയിട്ടുണ്ട്. സാലഡ് റെഡിയായി. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരാനായിട്ട് കുറച്ചൊരു സമയം ലേറ്റായിട്ട്, ഒരു 3 മണി 3:15 ആയി. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസർ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ലേറ്റായി. അപ്പോൾ എല്ലാവരും വിശന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അൽഹംദുലില്ലാ നല്ല രീതിയിൽ കഴിച്ചു. എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നു. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫ്രണ്ടാണ് വന്നത്. അങ്ങനെ സേമിയ പായസമൊക്കെ വിളമ്പി അത് കൊടുത്തു. അവരൊരു 4:30 5 o'clock ആയപ്പോൾ ഇക്കായും ആളും കൂടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മഗ്‌രിബിൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയത്. കാരണം കുറച്ച് നേരം കിച്ചണിൽ നിന്നിട്ട് ഈ കാല് നല്ല പെയിനായിരുന്നു. ഞാൻ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ കഴുകി കുട്ടപ്പനാക്കി. കണ്ടില്ലേ, വിൻഡോയിൽ കൂടെ നോക്കിയാൽ അറിയാം രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ക്ലീനാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. അപ്പോഴാണല്ലോ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഫ്രൈഡേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.